ദുരന്തബാധിതരുടെ ഫണ്ട് തട്ടിയെടുത്തതിന് ലീഗ് പൊതുജനങ്ങളോട് വിശദീകരണം നൽകണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആവശ്യപ്പെട്ടു. വൻ സാമ്പത്തിക ക്രമക്കേടും ഭൂമി തട്ടിപ്പുമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത്. ലീഗ് വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണ അനുമതി ഉണ്ടെന്ന വാദം തെളിയിക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ പേരിൽ ഫണ്ട് പിരിച്ച് ഫണ്ട് തട്ടിപ്പും ഭൂമി തട്ടിപ്പും നൽകിയതിന് ലീഗ് ജനങ്ങളോട് വിശദീകരണം നൽകണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. തോട്ടഭൂമിയാണ് ലീഗ് വാങ്ങിയിരിക്കുന്നത്. ആ ഭൂമി ഇന്ന് തോട്ടഭൂമി ആയതല്ലെന്നും റഫീഖ് പറഞ്ഞു. വൻ വില നൽകിയാണ് തോട്ടഭൂമി വാങ്ങിയത്. മറ്റൊരു സ്ഥലത്ത് അഡ്വാൻസ് നഷ്ടപ്പെട്ടു എന്ന് ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു. ഇതൊക്കെ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണമാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. വിചിത്രവാദമാണ് ലീഗ് ഇപ്പോൾ പറയുന്നത്. ഇബ്രാഹിം കണ്ടിലേരി, കലങ്കോടൻ മൊയ്തു എന്നിവരുടെ 5 ആധാരങ്ങളാണ് രജിസ്ട്രേഷനിൽ ഉപയോഗപ്പെടുത്തിയത്. 19 1B തോട്ടഭൂമിയാണ്. 19 ഏക്കറാണ് ഉണ്ടായിരുന്നത്. ബാക്കി 15.5 എക്സംപ്റ്റഡ് ഭൂമിയാണ്. 4 ആധാരവും ഇതാണ്. സജ്ല, ഷംജിത്ത്, ഷംല, സുനിൽകുമാർ എന്നിവരുടെ പേരിലാണ് ഈ ഭൂമിയുള്ളത്. ഇതെല്ലാം 19 1B ആയതുകൊണ്ട് തന്നെ തോട്ടഭൂമിയാണ്. കല്ലങ്കോടൻ മൊയ്തുവിന്റെ കയ്യിൽ 3 ഏക്കർ മാത്രമല്ല ഭൂമി ഉള്ളത്. ഏറെ ഭൂമിയുണ്ട്. ആ ഭൂമി എന്തുകൊണ്ട് ലീഗ് വാങ്ങിയില്ല എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതുണ്ട്. 15 ഏക്കർ വിറ്റവരുടെ കയ്യിലില്ല എന്ന ലീഗ് വാദം വിചിത്രമാണ്. ഇങ്ങനെ യാതൊരു ഇളവുമില്ല. 11/6/2024 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത് കൃത്യമായി പറയുന്നുണ്ടെന്നും കെ റഫീഖ് പറഞ്ഞു. ലീഗ് ഉയർത്തിയ ഒരു വാദം 15 ഏക്കർ നിലവിൽ വിറ്റവരുടെ കയ്യിലില്ല, അതുകൊണ്ട് തോട്ടഭൂമിയല്ലാണ് വിചിത്രമായ വാദമായിട്ടേ കാണാൻ പറ്റും. എന്നാൽ സർക്കാർ ഏറ്റവും ഒടുവിൽ ഇറക്കിയ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇളവും ഇല്ല. ഇപ്പോൾ ഉള്ള ആളുകളുടെ കയ്യിൽ 15 ഏക്കർ കൂടുതലില്ല, അതുകൊണ്ട് തോട്ടഭൂമിയല്ല. ആ വാദം തെളിയിക്കാൻ ലീഗിനെ ഞങ്ങൾ വെല്ലുവിളിക്കുക. ആ വാദം തെളിയിക്കാൻ ലീഗിനെ വെല്ലുവിളിക്കുകയാണെന്നും കെ റഫീഖ് ആവർത്തിച്ചു. ദുരന്തബാധിതരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുകയാണ് ലീഗ് ചെയ്തത്. നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞാണ് ഭൂമി രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പലരെയും രക്ഷിക്കാൻ ദുരന്തബാധിതരുടെ തലയിൽ ഒരു കേസ് കൂടി കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. സർക്കാർ മാതൃകാപരമായി ടൗൺഷിപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. മധു, VV ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, വയനാട്.